ഡീക്ലട്ടറിങ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വീട്ടിൽ നിന്നും മാറ്റുക എന്നുള്ളതും. ബട്ട് ഇതെനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളല്ല കേട്ടോ. ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. സോ ഇതെല്ലാം കൂടെ എൻ്റെ റൂമിൽ തന്നെ ഞാൻ പഴയ ഓഫീസിൽ നിന്ന് മാറിയ സമയത്ത് കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇപ്പോഴാണ് എനിക്കിതിനെ എല്ലാത്തിനെയും ഒന്ന് സോർട്ട് ചെയ്തിട്ട് ഇവിടെ വെക്കേണ്ടത് ഏത്, കൊണ്ടുപോകേണ്ടത് ഏത് എന്നൊക്കെയുള്ള കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റിയത്. ആൻഡ് ഞാൻ കുറച്ചും കൂടി വേറെ കുറേ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഐ മെയ്ഡ് ഷുവർ ദാറ്റ് ഓക്കെ ഇവിടെ എൻ്റെ ഫോക്കസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ കീപ്പ് ചെയ്യേണ്ടതുള്ളൂ. ആൻഡ് ഓഫീസിൽ എൻ്റെ ഫോക്കസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങോട്ടും കീപ്പ് ചെയ്യേണ്ടതുണ്ട് എന്ന്. അപ്പം ഈ ഒരു നമുക്ക് കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മുടെ ബ്രെയിനിനെ ഇത് ഒത്തിരി സഹായിക്കും ഇൻ ഓർഡർ ടു കമ്പാർട്ട്മെൻറ്റലൈസ് അവർ തോട്ട്സ് ഇൻ ടു ഓക്കെ വാട്ട് ഇസ് നീഡഡ്, എന്താണ് നമ്മൾ മാറ്റി വെക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ. ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ബുക്ക് വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? അതിൽ പറയും നമ്മൾ ഒരു ദിവസത്തേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ പ്ലാനിങ് ടു ഗോ ഫോർ വർക്കൗട്ട് ദ നെക്സ്റ്റ് ഡേ, തലേന്ന് തന്നെ അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ബെഡ് സൈഡിൽ തന്നെ ഒരു ടേബിളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അതാണ് കാണുന്നത്. സോ ദാറ്റ് നമ്മളുടെ ഇൻറ്റൻഷൻ അവിടെ ക്ലിയർ ആണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത് കൂടാണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ആവശ്യമില്ലാത്ത സാധനങ്ങൾ. ഫോർ എക്സാമ്പിൾ യൂസ്ഡ് ക്ലോത്ത്സ് ആയിരിക്കാം, പഴയ ബുക്സ് ആയിരിക്കാം. ഇതൊക്കെ നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ മാറ്റുക എന്നുള്ളതും ഒരുപാട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജാപ്പനീസ് ടെക്നിക്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. എവറിത്തിങ് ഈസ് ഹെൽപ്പിംഗ് യു ടു അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ് ബെറ്റർ. സോ കീപ് ഡൂയിങ്.